കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2025 മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കാർദിനാളായ റോബർട്ട് പ്രേവോ തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് 2025 മെയ് 7. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡിക് മെർസ് തെരഞ്ഞെടുക്കപ്പെട്ടു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ജർമ്മനിയുടെ ചാൻസലർ ഫ്രീഡിക് മെർസ്. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗ കല്ലു പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ P. രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം K. ജയകുമാറിന്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം K. ജയകുമാറിന്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ പാണ്ഡുരംഗ ഹെഡ്കേക്ക്. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക്. 1,00,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണൻ. പ്രൊഫസർ P. രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം K. ജയകുമാറിന്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം K. ജയകുമാറിന്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം പാണ്ഡുരംഗ ഹെഡ്കെ. ജന്മഭൂമി പുരസ്കാരം KS ചിത്ര. RBI ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. നിപുൺ അഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായി. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ PV ലിസിയമ്മ നിയമിതയായി. ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറെഞ്ചോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം. സംസ്ഥാന മുഖ്യ വനം മേധാവി രാജേഷ് രവീന്ദ്രൻ. അങ്കോള പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറെഞ്ചോ. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി നിയമിതയായത് PV ലിസിയമ്മ. ജോൺ F. കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്. 1970-ൽ സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10-ന് ഭൂമിയിൽ പതിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി. ഹൾ 096 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. 2025-ലെ വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം സമർ അബു എലൂഫിന്. 2 കൈകളും അറ്റുപോയ പാലസ്തീൻ ബാലനായ മഹമ്മൂദ് അജോറിന്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്.
2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. ഫൈനലിൽ ജംഷഡ്പൂർ FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആര്യാന സബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യ നൽകി ആദരിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ KV റാബിയ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു. പ്രൊഫസർ സണ്ണി തോമസ് ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകൻ, ഗിരിജ വ്യാസ് മുൻ കേന്ദ്രമന്ത്രി, KV റാബിയ സാക്ഷരതാ പ്രവർത്തക, ഗോമതി ചിദംബരം കർണാടക സംഗീതജ്ഞ.